ചേർത്തലയിൽ അതിദരിദ്രരുടെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് തട്ടിയെടുത്ത കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് പോലീസ്. ചേർത്തല നഗരസഭയിലെ 25-ാം വാർഡംഗമായ MA സാജുവിനെതിരെയാണ് പോലീസ് നടപടി. വഞ്ചനാ കുറ്റമടക്കം വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ചേർത്തല നഗരസഭയിലെ 25-ാം വാർഡ് മെമ്പറായ കോൺഗ്രസ് നേതാവ് സാജുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ്. 2023 മുതൽ 44 തവണ ഭക്ഷ്യക്കിറ്റ് അടിച്ചുമാറ്റി എന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. നഗരസഭയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ സൗജന്യ കിറ്റ് ലഭിക്കുന്നില്ല എന്ന് നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നഗരസഭാ സെക്രട്ടറി തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളുടെയും വാർഡ് മെമ്പറായ സാജുവിൻ്റെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. മുനിസിപ്പൽ സെക്രട്ടറിയുടെ മൊഴിയും രേഖപ്പെടുത്തും. അതോടൊപ്പം നഗരസഭയിൽ നിന്നും തെളിവുകളും ശേഖരിച്ചു. കോൺഗ്രസ് നേതൃത്വം വാർഡ് മെമ്പർക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും തട്ടിപ്പുകൾ നടത്താൻ കോൺഗ്രസ് നേതൃത്വം സഹായിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ചേർത്തലയിൽ ആരംഭിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി ഭിക്ഷ തെണ്ടി ശേഖരിച്ച പണം പ്രതിപക്ഷ നേതാവ് VD സതീശന് അയച്ചുകൊടുക്കും എന്ന് നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്തിനിടയിൽ പണം കട്ടുകൊണ്ടുപോയ കൗൺസിലർ ഈ കേരളത്തിനകത്ത് അഭിമാനിതനായി തുടരുകയാണ്. നമ്മുടെ നാടിനാകെ അപമാനമല്ലേ? ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിനെ തടസ്സം നിർത്താൻ, ഇടങ്കോലിടാൻ, ഈ പ്രവർത്തനത്തെയാകെ തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ കൗൺസിലർ ഈ കൂപ്പൺ അടിച്ചു മാറ്റിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാവിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ആലപ്പുഴ.